ഇന്ന് രാവിലെ തൊട്ട് മാധ്യമങ്ങളിൽ മുഴുവൻ വന്ന വാർത്തയാണ്. എങ്കിലും അൻവറിന്റെ വിലപേശലിൽ ഈ വാർത്ത മുങ്ങിപ്പോയി എന്ന് പറയുന്നതാണ് ശരി. മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാശ് ലാഭിക്കാൻ ഇറങ്ങിത്തിരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴിതാ തുറുപ്പ് ചീട്ടിറക്കി കോളിളക്കം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇവിടെ VD സതീശനെ വെട്ടാനും വെല്ലാനും പാകത്തിനുള്ള തുറുപ്പ് ചീട്ടാണ് BJP ഇറക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് നിലമ്പൂരിൽ നിന്നും വരുന്നത്. BJPയുടെ സഖ്യകക്ഷിയായ BDJS വരെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് BJPയെ കൈയൊഴിഞ്ഞ അവസരത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. കോൺഗ്രസിന്റെ വനിതാ നേതാവും മലയോര മേഖലയിലെ കരുത്തുറ്റ സാരഥിയുമായ അഡ്വക്കേറ്റ് ബീനയെ പോയി കണ്ട് ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് BJP നേതാവ് MD രമേശ്. BJPയിൽ നിന്നും ആരും മത്സരിക്കാനില്ലാത്ത സ്ഥാനത്ത് BDJSൽ നിന്ന് ആരെങ്കിലും മത്സരിക്കാൻ രംഗത്തെത്തുമോ എന്നും BJP നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. മലപ്പുറത്തെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് വർഗീയതയിലൂന്നിയ പരാമർശം വെള്ളാപ്പള്ളി നടത്തിപ്പോയിട്ട് ദിവസങ്ങൾ ഇത്രയ്ക്കിത്രേ ആയിട്ടുള്ളൂ. എന്നിട്ടും പക്ഷേ അവർ നിലമ്പൂരിൽ തങ്ങളുടെ വരവറിയിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. ഈ അവസരത്തിലാണ് BJP സ്വതന്ത്രരെ തേടുന്നത്. അതൊടുക്കം കോൺഗ്രസിന്റെ വാതിൽക്കൽ മുട്ടി അവിടെ നിന്നാരെങ്കിലും കിട്ടുമോ എന്നും നോക്കിക്കൊണ്ടാണ്. അതിനായിട്ടാണിപ്പോൾ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി ചർച്ച നടത്തിയത്. മണ്ഡലത്തിലെ മണിമൂളി സ്വദേശി കൂടിയായ ബീന മലയോര കർഷകരുടെ പ്രതിസന്ധികളെ നന്നായിട്ടറിയാവുന്ന നേതാവ് കൂടിയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിങ്ങൾ തന്നെ വേണമെന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. നിലമ്പൂരിൽ ഇത്തവണ മത്സരിക്കാൻ ബീന നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണിപ്പോൾ എന്നാൽ പിന്നെ അവരെ തന്നെ അങ്ങ് പൊക്കിയേക്കാം എന്ന് BJP കരുതിയത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കോൺഗ്രസിലേക്കെത്തി ഇപ്പോൾ മഞ്ചേരിയിലെ കൗൺസിലറായി, അതും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ അവിടെ വിജയിപ്പിച്ചെടുത്ത ഒരു നേതാവ് കൂടിയാണ് ബീന. വളരെ കുറച്ചു കാലം മഞ്ചേരിയുടെ ചെയർമാനുമായ ബീന എന്തുകൊണ്ടും ആര്യാടൻ ഷൗക്കത്തിന് ഒരു എതിരാളിയാണ്. വളരെ കുറച്ചു കാലം മഞ്ചേരിയുടെ ചെയർമാനുമായ ബീന എന്തുകൊണ്ടും ആര്യാടൻ ഷൗക്കത്തിന് ഒരു എതിരാളിയാണ് എന്നതിനപ്പുറത്ത് നിലമ്പൂരിൽ BJP ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന സാഹചര്യത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബീനയിലേക്ക് നോട്ടമിട്ടത്. തീർത്തും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത ബീനയ്ക്ക് ചെറിയൊരു അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിനോടുണ്ട്. അതവർ പല രൂപത്തിൽ പറയുന്നുമുണ്ട്. അതായത് ഏറെ ബുദ്ധിമുട്ടുന്ന മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഒരു കൂടിയാലോചന വേണം എന്നായിരുന്നു ബീന പറഞ്ഞത്. ഇത്തരമൊരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് MD രമേശ് ഒരു കേസിന്റെ കാര്യം ചർച്ച ചെയ്യാൻ എന്ന രൂപത്തിൽ ബീനയുടെ അടുത്തേക്കെത്തിയത്. എന്നാൽ ഇത്രയും കാലമായിട്ട് കോൺഗ്രസിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, അത് പാർട്ടിക്കറിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടവർ പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ ഞാൻ കോൺഗ്രസിൽ തന്നെയാണ് എന്നവർ ഉറപ്പിച്ചു പറയുകയായിരുന്നു. ബാക്കിയൊക്കെ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം.